ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ലോ പ്രൈസിൽ നമ്മളൊരു ഡിസൈനർ വെയർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2.5 മീറ്റർ തുണിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു കട്ടിങ്ങിനും സ്റ്റിച്ചിങ്ങിനും കൂടെ എനിക്ക് 10 മിനിറ്റ് മാത്രമേ സമയം ചിലവായിട്ടുള്ളൂ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ഈസിയാണ്. അപ്പോൾ ബിഗിനേഴ്സിന് കൂടുതൽ ഹെൽപ്ഫുൾ ആവും ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. കാരണം അത്രയ്ക്ക് എളുപ്പമാണ്. കാരണം കൂടുതലും മെഷർമെൻറ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല, കൺഫ്യൂഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ അത്രയ്ക്കും എളുപ്പമായിട്ട് ചെയ്യാം. പിന്നെ നമുക്കൊരു കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് സ്ലീവാണ്. അപ്പം സ്ലീവ് കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും ഒക്കെ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ ആവശ്യമില്ല. കാരണം സ്ലീവ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ട് പിന്നെ സ്റ്റിച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇതിൽ ഡയറക്റ്റായിട്ട് നമ്മൾ ക്ലോത്തിൽ സ്ലീവിൻ്റെ പോർഷൻ മാർക്ക് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെയും കൺഫ്യൂഷൻ വരുന്നില്ല. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഒന്ന് കണ്ടേക്കണം കേട്ടോ. അപ്പം ഞാനിവിടെ ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഇപ്പോൾ ലോ പ്രൈസിൽ ഇങ്ങനെ ഒരു പാർട്ടി വെയർ ചെയ്യണം എന്നുള്ളൊരു ഇതുകൊണ്ടാണ് കേട്ടോ, വീഡിയോയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു മെറ്റീരിയൽ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലൊരു മെറ്റീരിയൽ എടുക്കുക. കാരണം ക്രേപ്പിൻ്റെ മെറ്റീരിയൽ യൂഷ്വലി നമ്മൾ ലൈനിങ്ങിനാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പം അത്രയ്ക്കും ഇതിൻ്റെ ക്വാളിറ്റി കുറവാണ്. അപ്പം നല്ലൊരു മെറ്റീരിയൽ എടുക്കുക. അതാകുമ്പോഴത്തേക്കും ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കുമല്ലോ. പിന്നെ നമുക്ക് കുറച്ച് ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്കിതൊരു പാർട്ടി വെയർ ആയിട്ട് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ. അപ്പം ലെങ്ത് വന്നിട്ട് ഞാനിവിടെ എടുക്കുന്നത് വെച്ചാൽ 48 എനിക്ക് വേണ്ടിയത്. 49 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിനനുസരിച്ചിട്ട് നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പം 49 കേട്ടോ ഞാനിവിടെ ലെങ്ത് എടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്ത് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കണം കേട്ടോ. താഴെ ഒരു ഇഞ്ചോളം മിച്ച് വരുന്നുണ്ട്, അത് നോക്കണ്ട. പിന്നെ നമുക്ക് ഷോൾഡർ 7, പിന്നെ ഒരു 11 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഈ 11 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ചെസ്റ്റിൻ്റെ വണ്ണം എത്രയാണോ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു അളവ് കിട്ടുമല്ലോ. ആ അളവിൻ്റെ കൂടെ നമ്മൾ തയ്യൽ തുമ്പും കൂടെ ഇട്ട് എത്രയാണോ നമ്മൾ എപ്പോഴും സാധാരണ ചുരിദാറിനൊക്കെ എടുക്കുന്നത് അതാണ്. അപ്പോൾ ഞാൻ തയ്യൽ തുമ്പും കൂടെ ഒക്കെ ഇട്ട് 11 എടുക്കാറുള്ളത്. അപ്പോൾ ആ ഒരു 11 കേട്ടോ അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എത്രയാണോ മാർക്ക് ചെയ്യുന്നത് അതങ്ങ് എടുക്കുക. വേസ്റ്റ് ലെങ്ത് വന്നിട്ട് 14 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 14 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 14ൻ്റെ അവിടെ ഈ 11 മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഷോൾഡർ ഹോളിൻ്റെ അവിടെ ഞാൻ 7.5 മാർക്ക് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞ് ഈ 11 രണ്ട് സൈഡിലും വേസ്റ്റിൻ്റെ അവിടെയും ഇങ്ങനെ മാർക്ക് ചെയ്തല്ലോ. അപ്പോൾ ഷോൾഡറിൻ്റെ അവിടെ അപ്പോൾ അതിങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തു. അടുത്തായിട്ട് നമുക്ക് നെക്കാണ് ചെയ്യേണ്ടത്. അപ്പോൾ നെക്ക് വിത്ത് വന്നിട്ട് 3.5 ഞാനിവിടെ എടുക്കുന്നത്. പിന്നെ നെക്ക് ലെങ്ത് വന്നിട്ട് ഒരു 3 എടുക്കുന്നത്. ഒരു അപ്പം നമ്മുടെ ഇഷ്ടത്തിന് നെക്കൊക്കെ നമുക്ക് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ആ 11 മാർക്ക് ചെയ്തതിൻ്റെ അവിടെ ഒരു 1.5 ഇഞ്ച് ഒരു സ്ലോപ്പ് പോലെ ഇങ്ങനെ താഴത്തോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇങ്ങനെ ഒരു സ്ലോപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെയാണ് നമ്മുടെ സ്ലീവായിട്ട് വരുന്നത്, ഈ ഒരു ഭാഗമാണ് കേട്ടോ. അപ്പം ഇനി അവിടുന്ന് നമുക്ക് ആ ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ച് വെക്കുന്നുണ്ടോ, അവിടുന്ന് ഒരു 2.5 നമുക്കിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം. 2.5 മതി. അപ്പം ഞാൻ ഇവിടെ 2.5 മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് 7.5 മാർക്ക് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ സ്ലീവിൻ്റെ റൗണ്ട് അനുസരിച്ചിട്ട് നിങ്ങൾ 5 ഒന്നും എടുക്കരുത് കേട്ടോ. അപ്പം കാരണം നമ്മൾ ക്ലോത്തിൽ തന്നെയാണ് നമ്മുടെ സ്ലീവ് ഇങ്ങനെ വരുന്നത് കൊണ്ട് നമുക്ക് കൈയൊക്കെ പൊക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും. അപ്പോൾ അത്രയും കുറവൊന്നും എടുക്കരുത്. അപ്പം ഇവിടെ ഞാൻ എടുക്കുന്നത് ഒരു 7.5 എടുക്കുന്നത്. അപ്പോൾ 7.5 കുറവൊന്നും എടുക്കരുത്. 7.5 എടുക്കുക. ഇച്ചിരി കൂടുതൽ എടുത്താലും കുഴപ്പമില്ല, പക്ഷേ കുറവ് എടുക്കരുത്. അപ്പോൾ അവിടെ ഒരു ഇഞ്ചോളം ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുത്തിട്ട് നമ്മുടെ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് ഒരു ഏലൈൻ കട്ട് പോലെ, ഏലൈൻ നമ്മൾ വരയ്ക്കുമല്ലോ ഏലൈൻ പോലെ, അപ്പോൾ അങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ഒരു വരച്ചിട്ട് താഴെ നമ്മുടെ ക്ലോത്തിൻ്റെ എൻഡ് വരെ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ വരച്ചു കൊടുത്തതിന് ശേഷം താഴെ നമുക്കൊരു ഇങ്ങനെ ഒരു 3 ഇഞ്ചോ അല്ലെങ്കിൽ 3-2.5 ഇഞ്ചോളം താഴെ ഒന്ന് ചെരിച്ച് കട്ട് ചെയ്ത് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. കാരണം അത് ഇത്രയും കട്ട് ചെയ്ത് കളയേണ്ടതാണ് കേട്ടോ. നമ്മൾ ലൈൻ കുർത്തിയൊക്കെ മാർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മളങ്ങനെ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അതേപോലെയൊന്ന് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക്. അപ്പോൾ നെക്ക് വന്നിട്ട് ബാക്കിലും ഫ്രണ്ടിലും ഞാൻ സെയിം നെക്ക് തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിന് നെക്ക് കൊടുക്കാം, നെക്കിൻ്റെ മോഡലൊക്കെ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു സെയിം അളവ് തന്നെയാണ് ബാക്കിലൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് എങ്ങനെയാണോ നെക്കിൻ്റെ മോഡൽ, വി നെക്കോ എങ്ങനെ ഇഷ്ടമുള്ള നെക്ക് നമുക്ക് കൊടുക്കാം. അപ്പം
ഇനി അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത്ര മാത്രമേ ഉള്ളൂ നമുക്ക് കട്ടിങ് വന്നിട്ട്, വേറെ ഒന്നുമില്ല. ഇത്ര മാത്രമേ ഉള്ളൂ കട്ടിങ് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് ക്രോസ് പീസ് വേണം. നമുക്ക് റൗണ്ട് നെക്ക് അടിക്കുന്ന ക്രോസ് പീസിലാണ്. അതുപോലെ തന്നെ നമുക്ക് വേണ്ട പിന്നെ ഒരു തുണി എന്ന് പറഞ്ഞാൽ ബാക്കിൽ നമ്മൾ ഓപ്പൺ വെക്കുന്നുണ്ട്. കാരണം നമുക്ക് തല കയറിപ്പോണല്ലോ, അപ്പോൾ അവിടെ ഓപ്പൺ വെക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അടിച്ച് മറിച്ചിടാനായിട്ട് ഒരു ചെറിയൊരു പീസ് തുണിയും കൂടെ വേണം. ഈ 2 തുണിയും കൂടെ മതി കേട്ടോ. നമ്മുടെ കട്ടിങ് പരിപാടി തീർന്നു. ഇത്രയേ ഉള്ളൂ കട്ടിങ്. തുണി ആ ഒരു പീസും കൂടെ എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കട്ടിങ് കാര്യം കഴിഞ്ഞു. ഇനിയിപ്പോൾ കട്ടിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ഇനി വേണ്ടിയത് നമുക്ക് ഇലാസ്റ്റിക് വേണം. അപ്പോൾ ഇലാസ്റ്റിക് 4 ഇഞ്ച് വീതിയിലെ ഇലാസ്റ്റിക്കാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ എത്രയാണ് ഇലാസ്റ്റിക് എടുക്കുന്നത് വെച്ചാൽ നമ്മുടെ വേസ്റ്റ് റൗണ്ട് ഉണ്ടല്ലോ, വേസ്റ്റ് റൗണ്ട് എത്രയാണോ വരുന്നത് അതിൽ നിന്ന് ഒരു 5 ഇഞ്ച് കുറയ്ക്കുക. 5 ഇഞ്ച് കുറച്ചതിന് ശേഷം ഇതുപോലെ രണ്ടായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് അതിന് രണ്ടായിട്ട് മുറിക്കുക. കാരണം ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് വെക്കണമല്ലോ. അപ്പോൾ ഇത് ബാക്കിൽ വെക്കുന്നത്, അപ്പോൾ ഫ്രണ്ടിലും വെക്കുക. അങ്ങനെ 2 പീസ് മുറിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് സ്റ്റിച്ചിങ്, അപ്പം ഇതുപോലെ 2 പീസാണല്ലോ നമുക്കുള്ളത്. അപ്പോൾ ഇങ്ങനെ 2 പീസ് നല്ല വശവും കൂടെ വെക്കുക. അതായത് ഫ്രണ്ട് ബാക്കും വശവും നല്ല വശവും കൂടെ ഇങ്ങനെ ഒന്നിച്ച് വെച്ചിട്ട് അതിൻ്റെ ആ ഒരു ഷോൾഡർ പോർഷൻ ഉണ്ടല്ലോ, നെക്ക്, അതായത് നമ്മുടെ നെക്ക് മാർക്ക് ചെയ്തതിന് ശേഷം കഴിഞ്ഞിട്ടുള്ള അപ്പോൾ അതിങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ വെക്കുക. വെച്ചതിന് ശേഷം ആ ഒരു സ്ഥലം അങ്ങ് ജോയിൻറ്റ് ചെയ്തു അങ്ങനെ അങ്ങ് കൊടുക്കുക കേട്ടോ. ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2 സ്ഥലമുണ്ട്. അപ്പോൾ 2 ഭാഗവും ഇതുപോലെ ഒരു 4 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. മാർക്ക് ചെയ്തല്ല, സോറി, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി വന്നിട്ട് നമുക്ക് ബാക്ക് ഇതുപോലെ ഓപ്പൺ ആയിരുന്നു. അപ്പോൾ അവിടെ ഒന്ന് വേറൊരു പീസ് തുണിയിൽ നമ്മൾ അടിച്ച് മറിച്ചിടണം. അപ്പോൾ അതിനായിട്ടൊരു ചെറിയ പീസ് വേണം. അപ്പോൾ അതിനായിട്ട് ചെറിയൊരു പീസ് എടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പീസ് കിട്ടും. ഇങ്ങനെ നമ്മളൊരു പീസ്, അതായത് ഇതിൻ്റെ നീളം ഒരു 5 ഇഞ്ച് വീതിയും ഒരു നീളം എന്ന് പറയുന്ന ഒരു 8 ഇഞ്ച് വീതിയിൽ നീളത്തിൽ നമ്മൾ 5 ഇഞ്ച് വീതിയിലും ഒരു 8 ഇഞ്ചോളം നീളത്തിലും എടുക്കുക. പിന്നെ അതിൻ്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ തേരുവശമാണ്. അതുകൊണ്ട് ഞാൻ 2 സൈഡ് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ 3 സൈഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നടുക്കൂടെ ഇങ്ങനെ ഒരു കട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ അവിടുന്ന് നല്ല വശം ഇങ്ങനെ വെച്ചിട്ട് അടിച്ച് മറിച്ചിടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഇത് കൊളുത്ത് വെക്കാനാണ് കേട്ടോ. അപ്പോൾ കൊളുത്തല്ല, ഇപ്പം നമുക്ക് ഷോ ബട്ടണൊക്കെ ആണെങ്കിൽ ഷോ ബട്ടണൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാം. ബാക്കപ്പ് നല്ല രസമായിരിക്കും കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എളുപ്പപ്പണിയൊക്കെ നോക്കുന്നത്. അപ്പം ഇനി അത് കഴിഞ്ഞ് മറിച്ചിട്ടതിന് ശേഷം പിന്നെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി വന്നിട്ട് നമുക്ക് അതിൻ്റെ നെക്കാണ് ചെയ്യേണ്ടത്. അപ്പോൾ നെക്ക് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് ക്രോസ് പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം ക്രോസ് പീസ് എല്ലാം ജോയിൻറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഡ്രസ്സിൻ്റെ നല്ല വശത്ത്, നെക്കിൻ്റെ അവിടെ നല്ല വശത്താണ് കേട്ടോ നമ്മൾ ഈ ക്രോസ് പീസ് ഒന്ന് രണ്ടായിട്ട് മടക്കിയതിന് ശേഷം കുറച്ച് വിട്ടിട്ടുണ്ട് കേട്ടോ. ഒന്ന് അടിച്ചു കൊടുക്കണം. ഒരു 4 ഇഞ്ചോളം വീതി ഇട്ടിട്ട് ഒന്ന് അടിച്ചു കൊടുക്കണം. റൗണ്ട് കംപ്ലീറ്റ് നമ്മൾ ഇതുപോലെ അടിച്ചു കൊടുക്കണം. അപ്പം നെക്ക് കംപ്ലീറ്റ് ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പം കൊടുത്തതിന് ശേഷം ഇതുപോലെ ചെറിയതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഒന്ന് മറിച്ചിടുമ്പോഴത്തേക്കും ഒരു നീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടി കേട്ടോ. പെട്ടെന്ന് നമുക്കത് നല്ല പെർഫെക്റ്റായിട്ട് വരാൻ വേണ്ടിയാണ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതിന് ശേഷം ഒരു ബാക്ക് വശം കൊണ്ടുവന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുത്ത്, അപ്പം ബാക്ക് വശം എടുത്തിട്ട് ഇതുപോലെ മടക്കി ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. നീറ്റായിട്ട് തന്നെ കിട്ടും. അങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് കറക്റ്റ് ആ ഒരു പിരിച്ചിലൊന്നും വരാതെ നമുക്ക് നല്ലതായിട്ട് കിട്ടും കേട്ടോ നെക്ക്.
അപ്പം നമ്മൾ നെക്കും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ഇനി ഒന്ന് വലിച്ചൊക്കെ ഇങ്ങനെ കൊടുക്കണം കേട്ടോ. എവിടെയെങ്കിലും ഇങ്ങനെ ചുളുങ്ങിയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് വയ്ക്കാൻ വേണ്ടി ഒന്ന് വലിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടോപ്പ് ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് നമ്മുടെ വേസ്റ്റ് ലെങ്ത് നമ്മൾ 14 ആണല്ലോ ഇട്ടത്, അതൊന്ന് മാർക്ക് ചെയ്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ അങ്ങ് വരച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് സ്ലീവിൻ്റെ ഭാഗം നമ്മൾക്ക് ഇങ്ങനെ ഒന്ന് മടക്കി രണ്ടായിട്ടൊന്ന് മടക്കി അടിച്ചു കൊടുക്കണം. ഇങ്ങനെ അടിച്ചെടുക്കും. ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് എന്തെങ്കിലും ലേസോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വെക്കണമെങ്കിൽ ഒരു സമയത്ത് നമുക്ക് വെക്കാം കേട്ടോ. അപ്പം ഞാനൊന്നും ചെയ്യുന്നില്ല, പ്ലെയിൻ ആയിട്ടാണ് സ്ലീവ് കിടക്കുന്നത്. അപ്പം ആ ഒരു സൈഡും ഇതുപോലെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ വേസ്റ്റ് ലെങ്ത് ഒരു 14 മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുത്തല്ലോ, നമ്മുടെ വേസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. 14 ഇഞ്ച് ലെങ്തിലാണല്ലോ നമ്മൾ ലെങ്ത് ഇട്ടിട്ടാണ് നമ്മളിങ്ങനെ റൗണ്ട് സ്ട്രെയിറ്റ് ലൈൻ വരച്ചേക്കുന്നത്. അവിടെ ഇങ്ങനെ ഇലാസ്റ്റിക് വലിച്ചൊന്ന് അടിച്ചു കൊടുക്കണം. അപ്പം ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. വേസ്റ്റ് റൗണ്ടിൻ്റെ അവിടെയാണ് കേട്ടോ ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ ഇങ്ങനെ ഇലാസ്റ്റിക് വലിച്ച് നന്നായിട്ട് അങ്ങ് അടിച്ചു കൊടുക്കണം. 2 സ്റ്റിച്ചൊക്കെ വേണമെങ്കിൽ കൊടുക്കാം, ഞാനിവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് ഇനിയിപ്പോൾ അതിൻ്റെ ആ സ്ലീവിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് ഒന്ന് 2 സൈഡും ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഇതുപോലെ ഈസി ആയിട്ട് കേട്ടോ നമുക്ക് ചെയ്യാം. അപ്പോൾ എനിക്ക് ഈ ഒരു ഡ്രസ്സ് ചെയ്യാനായിട്ട് ഒരു ചിലവായിക്കെന്ന് പറഞ്ഞാൽ 150 ആണ് കേട്ടോ. അപ്പം കുറച്ചുകൂടെ ഒരു 250 ഒക്കെ എടുക്കുകയാണ്, ഒരു 100 രൂപ കൂടെ നമുക്ക് ചിലവാക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു മെറ്റീരിയലേ ചെയ്യാം കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു ക്ലോത്തിനാണ് വില കുറഞ്ഞത്. അപ്പോൾ ആ ക്ലോത്ത് നല്ലത് എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഡ്രസ്സ്, ഒരു പാർട്ടി വെയർ തന്നെ ഈ ഒരു മോഡൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ 2 സൈഡ് നമ്മൾ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ അടിവശം, അതായത് നമ്മുടെ ഡ്രസ്സിൻ്റെ എൻഡ് ഇതുപോലെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുക. അപ്പോൾ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് കഴിഞ്ഞു. നമ്മളിവിടെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. പെയിൻ്റാണ് ചെയ്തിട്ട് നമുക്ക് സ്റ്റോൺ ചെയിനാണ് സൈഡിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ എവിടെയാണ് ഒന്ന് ഡിസൈൻ ചെയ്യുന്നത് മാർക്ക് ചെയ്യണം കേട്ടോ. അപ്പം ഞാനതൊന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മുടെ ഫ്രെയിം വെക്കുവാണ്. ഫ്രെയിം വെക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ പെയിൻറ്റ് ചെയ്യാൻ ഈസി ആയിരിക്കും. അപ്പം നമ്മൾ ഈ ഒരു മെറ്റീരിയലിലാണ് ഞാൻ പെയിൻറ്റ് ചെയ്തേക്കുന്നതുകൊണ്ട് നല്ലൊരു പണി കിട്ടും കേട്ടോ. ക്രേപ്പിൻ്റെ മെറ്റീരിയൽ പെയിൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നല്ലൊരു ടാസ്ക്കായിരുന്നു. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു, കാരണം പെയിൻറ്റ് ഇതിൽ പിടിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം ഈ ഒരു മെറ്റീരിയലിൻ്റെ ഒരു പ്രശ്നമാണ് കേട്ടോ അത്. അപ്പം അങ്ങനെയായിരുന്നു, നല്ല കഷ്ടപ്പെട്ടു ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പം ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് തന്നെ ഈ ഒരു വർക്ക് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ എന്തെങ്കിലും ഇതിന് മാച്ചാകുന്ന രീതി വേറെ ഏതെങ്കിലും ഒരു കളറ് തുണി, സാറ്റിൻ്റെ വല്ല തുണി എടുത്തിട്ട് അതിൽ നമ്മൾ പടം വരച്ചു, ഏതെങ്കിലും ഒരു പടം, പൂവിൻ്റെയോ ബട്ടർഫ്ലൈ എന്തെങ്കിലും ഒരു പടം വരച്ചതിന് ശേഷം നമ്മൾ ആ ഒരു സൈഡിൽ കൂടെ തന്നെ അതിൻ്റെ ഔട്ട്ലൈനായിട്ട് നമ്മുടെ ഫാബ്രിക് ഗ്ലൂ തേച്ചിട്ട് പിന്നെ ഈ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചിട്ട് അത് കട്ട് ചെയ്തെടുത്തിട്ട് ആ സൈഡ് വഴി ഒന്ന് നമ്മുടെ മെഴുകുതിരി എന്തെങ്കിലും വെച്ചൊന്ന് ഉരുക്കിയിട്ട് നമ്മുടെ ഈ ഒരു ഡ്രസ്സിൽ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിനെക്കഴിഞ്ഞ് ഈ ഒരു പെയിൻറ്റിങ് ഒക്കെ അറിയാത്തവർക്ക് അതായിരിക്കും കുറച്ചും കൂടെ ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം അങ്ങനെയും ചെയ്യാം നമുക്ക്. അപ്പം ഞാനിവിടെ എന്താ പറയുക പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം അതിനായിട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു ഫ്ലവറാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ആദ്യം മാർക്ക് ചെയ്തിട്ട് ഒന്ന് വരച്ച് കൊടുക്കുകയാണ്. നമ്മൾ പെൻസിൽ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് പടമൊക്കെ ഒന്ന് വരച്ചതിന് ശേഷമാണ് കേട്ടോ പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഉള്ളൊരു ലുക്കാണ് കേട്ടോ ഇത്. ഇനിയിപ്പം നമുക്ക് ആ സൈഡിൽ കൂടെ നമുക്ക് ഫാബ്രിക് ഗ്ലൂ ഒന്ന് തേച്ച് കൊടുക്കണം. അപ്പം ഫാബ്രിക് ഗ്ലൂ ആണ് കേട്ടോ തേച്ച് കൊടുക്കുന്നത്. എൻ്റെ കയ്യിൽ ഓൾറെഡി വേറെ ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇത് ഒരു പഴയ ഗ്ലൂ ആണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് കുറേ ഇരിപ്പുണ്ട്, അത് കളയാൻ എനിക്ക് തോന്നിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പിശുക്കി എടുക്കുന്നത്. ഞാൻ അങ്ങനെയൊന്നും കളയത്തില്ല ഗൈസ്, അതാണ്. അപ്പം ഇങ്ങനെ സ്റ്റോൺ ഇതുപോലെ ആ ഒരു തേച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഒരു അളവിൽ ഇങ്ങനെ എടുത്ത് കട്ട് ചെയ്ത് നമുക്കിങ്ങനെ അതിൻ്റെ എല്ലാ ആ ഒരു ഫ്ലവർ ചെയ്തേക്കുന്നതിൻ്റെ എല്ലാ സൈഡിൽ കൂടെ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ഗ്ലൂ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് നീറ്റായിട്ട് കുറച്ചുകൂടെ കിട്ടിയേനെ കേട്ടോ. പക്ഷേ ഇതിപ്പോൾ പഴയ ഇതുകൊണ്ട് ചെയ്യുന്നതുകൊണ്ട് അത്യാവശ്യം ഒരു അലമ്പായ രീതിയിലൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഉണങ്ങി കഴിയുമ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പശയല്ലേ, അതങ്ങ് ഉണങ്ങിപ്പോവും.
അപ്പം ഞാനിവിടെ സ്റ്റോൺ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ഈ സ്റ്റോണിൻ്റെയൊക്കെ റേറ്റ് എന്ന് പറഞ്ഞാൽ മീറ്ററിന് 30 രൂപ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഞാനിവിടെ 150 രൂപ ചിലവാകുമെന്ന് പറഞ്ഞത്. ഇപ്പോൾ സ്റ്റോണിൻ്റെ ഒക്കെ വെച്ചിട്ട്. അപ്പോൾ സ്റ്റോണൊക്കെ ഓൾറെഡി എൻ്റെ കയ്യിലുണ്ടായിരുന്നായിരുന്നു കേട്ടോ. അപ്പോൾ വൈറ്റ് കളറ് സ്റ്റോണാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. വൈറ്റ് സിൽവർ കളറ് സ്റ്റോണാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ നടുക്കൂടെയൊക്കെ ഞാൻ കുറച്ച് മിനിക്കോണിയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ലീഫിലൊക്കെ ആണെങ്കിലും ഗോൾഡൻ കളറൊക്കെ കുറച്ചൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഫൈനൽ ഒരു ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ഉണങ്ങി കഴിയുമ്പോൾ കുറച്ചും കൂടെ നല്ലതായിരിക്കും. എനിക്ക് അത്ര ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ ഉണങ്ങുന്നിടം വരെ വെയിറ്റ് ചെയ്തില്ല കേട്ടോ. അപ്പം ഇതാണ് ഒരു ഫൈനൽ ലുക്ക് വന്നിട്ട്. അപ്പോൾ എങ്ങനെ ഇഷ്ടമായോ? അപ്പോൾ ഈ ഒരു മോഡൽ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്തേക്കാം. അപ്പം ബൈ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.